ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ പറഞ്ഞ. അപ്പൊ നമ്മള് സമയത്തിൽ വന്നിട്ടുള്ള ഫസ്റ്റത്തെ ഡേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ എഴുന്നേറ്റിലും ഞങ്ങൾക്കുള്ള ചായയും കടിയായിട്ട് ചേച്ചി ഫസ്റ്റ് എഴുന്നേറ്റ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചു വിട്ടാ. അപ്പൊ രാവിലെ തന്നെ ചായയും കാര്യങ്ങളൊക്കെ ചേച്ചിമാരെ എത്തിച്ചു തന്നിട്ടുണ്ട്. അത് അവർ വിളിച്ചിട്ടാണ് ഞങ്ങൾ തന്നെ എഴുന്നേറ്റ്. സാധാരണഗതിയിൽ ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിന്റെ അങ്ങേ തലയാണ്. സമയം ഇപ്പോൾ 9:20. എല്ലാവർക്കും സുപ്രഭാതം. മറ്റേ പരസ്യത്തില് സുപ്രഭാതം. അതോടൊപ്പം പൊന്നും കാത്തും ആദ്യം കുളിച്ചിട്ട് അവർ സെറ്റായിട്ട് വരട്ടെ. കാരണം നമ്മൾ അവിടുത്തെ കുളിയും കാര്യങ്ങളൊന്നും അധികം സെറ്റായിട്ടില്ല. അപ്പൊ അതൊന്ന് മാറ്റി അടിപൊളിയായിട്ട് വരട്ടെ. യെസ്, കുളി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക, അതാണ് നല്ലത് അല്ലേ. അപ്പൊ ഇത്ര നേരം ഞാൻ ക്ലാസ്സിലായിരുന്നു. എന്റെ ക്യാമറ എന്നുണ്ടെങ്കിൽ കണ്ണുകൾ ഇതാ ഇങ്ങോട്ടേക്ക് പോകുന്നു. എന്റെ കുഞ്ഞിക്കാത്തു അലമ്പായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അല്ലേ പെണ്ണെ? കാത്തു പെണ്ണെ, അപ്പയുടെ കുഞ്ഞിക്കാത്ത കേട്ടാ. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ, ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ട റൂം തന്നെയാണ് ഈ റൂം. അപ്പോ യെസ്, ഈ റൂമിന്റെയും ഈ ഒരു ആംബിയൻസ് സെറ്റപ്പ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളെ കാണാൻ പോകുന്നുള്ളൂ. കാരണം ഇതാണ് ഫസ്റ്റ് കാണേണ്ട ഒരു റൂം കണ്ടതിന് ശേഷം ബാക്കി എന്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ പൊന്നു ചായ കുടിക്കട്ടെ. ഞാനും ചായ കുടിച്ചിട്ട് ചായയും എന്താ കടിയെന്ന് പറഞ്ഞാ ഓക്കെ. അപ്പൊ ഞങ്ങളുടെ ഫുഡിന്റെ ഇത് നോക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ വീഡിയോ ആയിട്ട് വരാം. എല്ലാം ഫ്രഷ് ആയതിനു ശേഷം നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം അല്ലേ നല്ലത്. സമയം ഇപ്പം ഒരു 9:45. കാത്തുവിന്റെ കുളിയും കഴിഞ്ഞു, പൊന്നുന്റെ കുളി കഴിഞ്ഞു, എന്റെ കുളി കഴിഞ്ഞു. ഇനി കാത്തുനുള്ള കുറുക്കാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ചേച്ചിമാർ കറക്റ്റ് ടൈമിന് എത്തും, ഞങ്ങളാണ് നേരമായിട്ട് എഴുന്നേക്കുക. അപ്പോൾ അവർ കറക്റ്റ് ടൈമിന് ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇനി കാത്തുവിന്റെ ഫുഡടി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ഫുഡടി. കാത്തു നല്ല പെണ്ണായേ കഴിച്ചേ. കാത്തുവിന്റെ ഫുഡടി കഴിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾ ഫുഡ്. അവള് നല്ല കരച്ചിൽ തുടങ്ങി. അപ്പത്തേക്ക് ഞങ്ങളൊന്ന് സമാധാനപ്പെടുത്തിയിട്ട് സെറ്റ്. കാത്തോടെ ഉറങ്ങി. ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ. വെള്ളയപ്പും കടലക്കറിയാണ്. ഞാൻ പൊണ്ടാട്ടി ഇവിടെ സാപ്പിട്ടേ ഇருக்கு. അപ്പോൾ ഫുഡ് അടിയാണ്. എങ്ങനെയുണ്ട് പിന്നെ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഞങ്ങൾ ഇന്ന് രാവിലെ കുടിച്ച ചായ വരെ നിങ്ങൾക്ക് അന്നത്തെ അവിടുത്തെ അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ ചേച്ചിമാരാവും ഞങ്ങൾ വിചാരിച്ചു. ഞാൻ ചേച്ചിമാരെ കാരണം മീൻകറിയും കത്തി ടേസ്റ്റ് തന്നെ. ചെറിയൊരു വ്യത്യാസം വരും. നമ്മൾ ഒരേ നാട്ടുകാരാണെങ്കിലും കറികൾക്കൊക്കെ പല ടേസ്റ്റ് ഉണ്ട്, പൊടിയിടുമ്പോഴായാലും. പക്ഷെ ഇത് അവിടുത്തെ അതേ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. പക്ഷെ ഈ കടലക്കറി ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അവിടുത്തെ കടലക്കറി ടേസ്റ്റ് അല്ല, വേറെ ടേസ്റ്റാണ്. ചേച്ചിമാർ തന്നെയാവുന്നു. പക്ഷെ ഈ കടലക്കറി കൂട്ടിപ്പോൾ അവിടുത്തെ കടലക്കറി ടേസ്റ്റ് അല്ല. കടലക്കറി നല്ല കേട്ടോ, അതല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കാരണം വേറെ ആൾക്കാരാണ് ഇപ്പൊ ഞങ്ങക്ക് മനസ്സിലായി. അല്ല, ചായ ആയാലും രാത്രിത്തെ ഫുഡായാലും ഒക്കെ സെയിം. ഉച്ചത്തെ പക്ക ഉപ്പേരിയും മീൻകറിയും ഒക്കെ പക്ക അതേ ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചിട്ട് യെസ്, ഫുഡ് കഴിച്ചു. അപ്പം ഞാനും കഴിക്കട്ടെ. നല്ല അടിപൊളി പൂ പോലത്തെ വെള്ളയപ്പും നല്ല കിണ്ണം കാച്ചി കടലക്കറി. കടല ഇഷ്ടമല്ലാത്ത ആളെ കൊണ്ട് കടല തീറ്റിക്കാട്ട എടുക്കണേ. കുഴപ്പമില്ല, കഴിക്ക്. ഈ കടല മൊത്തം തീർത്തതിന് ശേഷമാണ് നമ്മൾ എഴുന്നേക്കുള്ളൂ. എൻ്റെ കഴിഞ്ഞ അവിടെ വെച്ചു. ഓക്കെ, എത്ര നേരം ഇരിക്കണോ അത്ര നേരം ഞാനും ഇരിക്കും. മൊത്തം പ്ലേറ്റ് ക്ലീൻ ആയതിനു ശേഷം മാത്രം ഞാൻ എഴുന്നേക്കുള്ളൂ. എനിക്ക് നീ ഇപ്പൊ കഴിക്കണ പോലെ കഴിച്ചാ മതി. വേഗം കഴിക്കണ്ട, മെല്ലെ കഴിച്ചാ മതി. എനിക്ക് വേണ്ട, കുഴപ്പമില്ല. നീ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ച് കാണിച്ചാ മതി. കഴിക്ക്. കടലൊക്കെ നല്ലതാ. പോണു. ഇങ്ങനത്തെ പരിപാടി വേണ്ടാട്ടാ.
കടല ഉള്ളിക്ക് വേറെ പുറത്തേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാ പിടിക്കുമ്പോ കഴിക്കണേ. നിന്റെ ശരീരം വേറെ എവിടെയല്ലല്ലോ കഴിക്ക്. കഴിക്ക് ഫുള്ള് തീർത്തിട്ട് എഴുന്നേക്കാം. ഞാൻ ഇരുത്തി കഴിക്കട്ടെ കേട്ടാ. ഞാനിട്ട രണ്ടാക്കും കുടിക്കോന്നറിയില്ല. കുടിച്ച നല്ല പാൽക്കഞ്ഞിയാ. കഴിച്ചു കഞ്ഞിയും ചെറുപയറാണ് കേട്ടാ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ചുക്ക് പീട്ടിയപ്പോൾ എനിക്ക് ചെറിയ കബക്കെട്ട് ഉണ്ട് കേട്ടോ. അതാ ശബ്ദം മാറിയിരിക്കുന്നത്. എന്താ 4 മണിക്കുള്ള ചായയും കടി എത്തി. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ഞാനത് അങ്ങനെ വിട്ടുപോയി. പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇനി ബാക്കി നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതായത് പിറ്റേ ദിവസം ഞങ്ങൾ ചെറിയൊരു പരിപാടിക്ക് പോവാട്ടോ. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് പരിപാടിക്ക് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്തിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഇടിയൻ ചന്തുവിൻ്റെ ലോഞ്ചിന് പോയി എടുക്കാം കേട്ടോ. ആദ്യം ഞങ്ങൾ പുറത്തൊക്കെ ഇങ്ങനെ നിന്ന് വീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ റേഡിയോക്കാരുടെ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ഒന്നല്ല കേട്ടോ, നമ്മൾ ഈ ഒരക്ഷരം പറഞ്ഞാൽ അതിന് അക്ഷരത്തിൽ തന്നെ സംസാരിക്കുക, അങ്ങനത്തെ പരിപാടിയില്ലേ, അതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പ്രതീക്ഷിച്ചു ഞങ്ങൾക്ക് പിടി വീഴുമോ എന്നുള്ളത്. പിന്നെ ആളെ മനസ്സിലായി ആരാന്നുള്ളത്. ആളാരാന്ന് മനസ്സിലായി. നമ്മുടെ ആവേശത്തിലെ കുട്ടിയാണ് കേട്ടോ. ആള് ഈ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, ഭയങ്കര കൂളാണ്. നമ്മളെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യമായിട്ട് കാണണമെങ്കിലും പക്ഷെ കുറേ നാളത്തെ ഒരു ബന്ധമുള്ള പോലെ ആട്ടോ ഞങ്ങളോട് പെരുമാറിയതൊക്കെ. അടുത്ത ആളെ കുറിച്ച് പറയണ്ടല്ലോ, ആങ്കറിങ്ങിലെ പുലി. പക്ഷെ ആളും നമ്മളെ അടുത്ത് അടിപൊളി തന്നെയായിരുന്നു. നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് തന്നെ നമ്മളെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഞങ്ങൾക്കും ഒരു സീറ്റ് കിട്ടി. വിഷ്ണുവേട്ടൻ എത്തി. വിഷ്ണുവേട്ടനായിരുന്നു ഇതിൻ്റെ ഇടിയൻ ചന്തുവിൻ്റെ മെയിൻ ആൾ വിഷ്ണുവേട്ടനാണ് കേട്ടോ. അപ്പം വിഷ്ണുവേട്ടൻ മാത്രമല്ല വേറെയും കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഉപ്പുമുളകിലെ ബാലുച്ചേട്ടൻ, അങ്ങനെ അവരുണ്ട്, കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. സിനിമയുടെ ഒരു ലോഞ്ച് ഭാഗമായിട്ട് എല്ലാവരും കാണാൻ പറ്റി. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ കോഴിക്കോട് ദാസേട്ടൻ കോഴിക്കോട് ആളോട് വർത്താനം പറയാൻ പറ്റിയില്ല. പിന്നെ പോണ നേരമായപ്പോൾ പാർക്കിങ് പോയപ്പോൾ ആൾ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആളെയൊക്കെ കാണാൻ പറ്റി. കാത്തു പിന്നെ നല്ല അലമ്പായിരുന്നു കേട്ടോ. നല്ല അലമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാരിലെ കാരണം അതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആളുടെ ഉള്ളിൽ. പിന്നെ കുട്ടിയെ ചൂടെടുക്കുക. പിന്നെ കുറേ നേരം ഇരുന്നപ്പോൾ അവൾക്ക് ആ ദേഷ്യമൊക്കെ ഇതാ വന്നിക്കണം നമ്മുടെ ഫുക്രും പിന്നെ നമ്മുടെ സൂരജും ഉണ്ട് കേട്ടോ അപ്പുറത്ത് തന്നെ. ഫുക്രുവിന് നമ്മൾ എറണാകുളത്തുള്ള പണ്ടത് പിന്നെ കണ്ടിട്ടില്ല. കുട്ടിയോട് കഷ്ടം കളിച്ചു ആള്. പിന്നെ വിഷ്ണുവേട്ട സിനിമേനെ കുറിച്ചിട്ട് സംസാരിച്ചു കേട്ടോ. ഇടിയൻ ചന്തു ഇത് ഒരു രക്ഷയില്ലാത്ത ടീസർ തന്നെയായിരുന്നു ഞങ്ങൾ കണ്ടത്. ഭയങ്കര രസമായിരുന്നു. ഞാൻ പൊന്നിനോട് പറഞ്ഞു, പൊന്നു നമുക്ക് എന്തായാലും പോയി കാണണം. കാരണം ടീസർ കാണുമ്പോൾ തന്നെ അയ്യോ നമുക്ക് ഇങ്ങനെ ഇരുന്ന് പോവും നമ്മൾ ആ ഒരു ഇതിൽ. പിന്നെ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളൊരു ഇത്ര ഏജിൽ വ്യത്യാസം തോന്നില്ല. +2 കാരനായിട്ട് തന്നെ ഫീൽ ചെയ്യണുള്ളൂ നമുക്ക്. ഇതാ ആളൊരു വരവിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാത്തിടക്ക് ഇരുന്ന് കണ്ടിട്ടുണ്ട്. 2 വട്ടം കാത്തിരുന്ന് കണ്ടിട്ടുണ്ട്. രക്ഷയില്ലാത്ത അഭിനയം തന്നെയായിരുന്നു ആളുടെ. അല്ല ഇത് ആൾക്കൊരു എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത്. അല്ല രസമായിരുന്നു കാണാനായിട്ട്. ആ ഒരു വന്ന വഴി ഭയങ്കര രസം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാലുവിനെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയുക, ബാലിച്ചേട്ടനും പിന്നെ നമ്മുടെ ആ ചേച്ചിയില്ലേ ഏറ്റവും ഇത് പറഞ്ഞാൽ നമ്മൾ കെട്ടിയോളാണ് മാലാക എന്ന് പറഞ്ഞ പടത്തിൽ ആളെ പെങ്ങളായിട്ട് അഭിനയിച്ച അതാണ് എനിക്ക് ഒന്നുകൂടി ക്യാച്ച് ചെയ്യണ സീന്. കാരണം എപ്പോഴും കെട്ടിച്ചുകൊണ്ടിരിക്കാൻ ഒരാൾ. പക്ഷേ നല്ലൊരു വേഷമായിരുന്നു ഈ സിനിമയിൽ എന്നൊക്കെ പറഞ്ഞു. അവർ രണ്ടാളും അവരുടെ സിനിമയെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് വർത്താനം പറയാൻ പറ്റിയില്ല. പക്ഷെ ആളുടെ ചെറിയ മതി കേട്ടാ. എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ ചിരിക്കുക. ചെറിയിൽ തന്നെ ഭയങ്കര സന്തോഷം തോന്നും. പിന്നെ ഇതാ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ഇതാരെ മനസ്സിലായ? പീറ്റർ ഗെയിൻ, നമ്മുടെ ഇടിവീരൻ. കാരണം നമ്മുടെ ഏതൊക്കെയാ പുലിമുരുകൻ, പിന്നെ അല്ലു അർജുൻ്റെ പടം, അങ്ങനെ എല്ലാ പടത്തിൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ ആട്ടോ ഈ വന്ന് നിൽക്കണത്. അപ്പോൾ ആള് എത്ര ഇൻ്റർനാഷണൽ, അതായത് അത്രയും കോടികൾ ബഡ്ജറ്റുള്ള പടത്തിലെ സ്റ്റണ്ട് മാസ്റ്ററാണ്.
നമ്മൾ ഈ ഒരു മലയാളം പടത്തിന് വേണ്ടിയിട്ട് വരുമ്പോൾ അറിയാലോ ആ ഒരു പടം എങ്ങനെയായിരിക്കും. ഇത്രയും വലിയൊരാൾക്ക് ഈ പടം കഥ കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടമാവണമല്ലോ. അപ്പോൾ ആളുടെ കുറച്ച് അഭിപ്രായങ്ങളും ആളുടെ എക്സ്പീരിയൻസൊക്കെ പറഞ്ഞു. ആൾക്ക് അത്ര ഇഷ്ടമായ ഒരു പടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പടത്തിന് ഇയാൾ കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഇടിയൻ ചന്തുവിൻ്റെ ഒരു അന്ന് ആ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചു. ആളുടെ കോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, വെറൈറ്റി കോട്ടായിരുന്നു. അപ്പോൾ ആൾ തന്നെ പറഞ്ഞു ഈ പടത്തിൻ്റെ കോസ്റ്റ്യൂം ഡയറക്ടറാണ് ആൾക്കുള്ള ഈ കോസ്റ്റ്യൂം ചെയ്തത്. ഇതാ ടീച്ചറാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബ്ദം വെക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വന്ന കാരണമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡബ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഈ ഒരു പടം എന്തായാലും മസ്റ്റ് വാച്ച് തന്നെയാവും. കാരണം ഒരിക്കലും നഷ്ടമാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു ടീസർ കണ്ടാൽ തന്നെ അത് വേറെ ലെവലാണ്. ഈ ഒരു പടത്തിന് എന്തായാലും തീർച്ചയായിട്ടും പോകും. കാരണം അത്രയധികം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പൊന്നിനാണ് എന്തായാലും കാണണം കേട്ടോ. നമുക്ക് ഇരുന്ന് ഒരു ടീച്ചർ കാണുമ്പോൾ തന്നെ ഭയങ്കര ഫീലാവും. ഈ വിഷ്ണു എന്ന് പറഞ്ഞൊരു വ്യക്തി ഇത്രയും ഒരു +2 കാലഘട്ടത്തിൻ്റെ ഒരു പടമാണിത്. അതിലൊരു ഡയലോഗ് ഉണ്ട്, +2 പിള്ളേർ ഇടി കൊണ്ടുണ്ടാടാ നീ നാടടി. ആ ഒരു ഡയലോഗ് ഇങ്ങനെ കയറി വരും. കാരണം നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ പോയ കാരണം നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. +2 കാലത്തൊരു ഇടി വട്ടിയൊക്കെ. അപ്പോൾ ഇടിച്ച് ആ ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ +2 കാലത്തായിരുന്നില്ലേ നമ്മുടെ ഇതൊക്കെ. +2 നമ്മൾ ഇവിടെ ആയിരുന്നല്ലോ, കണ്ണൂരായിരുന്നു രസം. ഈ സമരം അടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഫീലായിരുന്നു. പഠിക്കുന്ന സമയത്തുള്ളൊരു സിറ്റുവേഷൻ അപ്പോഴായിരുന്നു ഓർമ്മ വന്നേട്ടാ. കാരണം അടിക്കണതാണ് +2കാരുടെ അടി കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീലുണ്ട്. അതിങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ പോയാൽ തന്നെ ആട്ടാ ഫീലാവുള്ളൂ. എന്തായാലും ബാക്കി വിശേഷം കാര്യം കാണാം.
ടീം സമേത ആയുർവേദിക്കിന്റെ ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്സ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. ടു ഹാൻഡ് ഓവർ ദ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് പ്ലീസ്. നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട്. സമേത ആയുർവേദിക്കിന്റെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണ് നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നിൽക്കുന്നത്. വിഷ്ണു ചേട്ടാ, യെസ് പ്ലീസ്. ഒരിക്കൽ കൂടി ഗോകുലം ഗലേറിയ മോളിൽ നന്ദി പറയാണ് ഈ ഒരു അവസരം ഒരുക്കി തന്നതിന്. അലോങ് വിത്ത് ദാറ്റ് സമേത ആയുർവേദിക് മേക്ക് മൈ ട്രിപ്പ് ഹോളിഡേ പാക്കേജ് കാലിക്കറ്റ് സ്റ്റോർ, മേക്കപ്പ് ലോഞ്ച് ബൈ ഈവ ബെല്ല, റോഡ് വേ കാർസ്, വിറ്റാ സർജ് ഹൈപ്പർ ഫാർമസി ആൻഡ് റേഡിയോ പാർട്ട്ണർ മിർച്ചി. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഞങ്ങൾ ഗോകുലം മാളിലാണല്ലോ ഉള്ളത്. ദ ഷാപ്പിലാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് കിട്ടാം. അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ, ഒന്നും പറയാല്ല. വിഷ്ണുവേണ്ണും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട്. ഇതാ ബാലേണ്ണും എല്ലാവരും നമ്മുടെ കൂടെ ആയിരുന്നു, എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ അവരുടെ മാങ്ങ ഇടിച്ചത്, ഒയ്യോ എന്താ സംഭവം എന്നറിയോ, അതായത് നമ്മൾ ഈ നാട്ടിൻ പുറത്തൊക്കെ നമ്മൾ പണ്ട് മാങ്ങ ഉപ്പും മുളകും ഒക്കെ കൂട്ടി ഇടിച്ച് പരത്തണ പരിപാടിയില്ല, ആ സംഭവം തന്നെയാട്ടോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് അവരുടെ പ്രസൻറ്റേഷൻ തന്നെ ഒന്നും പറയാനില്ല, അടിപൊളി പ്രസൻറ്റേഷനും കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അവർ ചെയ്യുന്നത്. ഇതാ വരുന്നു ആ കിഡിലോസ്കി ഐറ്റം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുക കേട്ടോ, അത്ര അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഈ നമ്മൾ നൊസ്റ്റു അടിപ്പിക്കുന്ന സാധനങ്ങളാണ് പല കാര്യങ്ങളിലും അവിടെ ഉള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞാൽ മാങ്ങ? അടിപൊളിയായിരുന്നു, കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. കാരണം കാത്തുള്ള കാരണം നമ്മളെന്തെങ്കിലും കഴിക്കുമ്പോൾ കാത്തിനും കൂടി ആവശ്യം വരിക. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാൻ പോയില്ല. ചിക്കൻ സൂപ്പാണ് കേട്ടോ, ചിയേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് അടിപൊളി സാധനമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ലൊരു ഐറ്റം തന്നെയായിരുന്നു അത്. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവരുടെ കൊഞ്ച്, ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, കാരണം ഞാൻ ചോദിച്ചില്ല, അതാണ് സത്യത്തിലുള്ള കാര്യം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ലൊരു ക്രീമി ടെക്സ്ചറായിരുന്നു അതിനുണ്ടായിരുന്നത്. അപ്പോൾ ആ കഴിക്കണ കണ്ടാൽ തന്നെയായിരുന്നു ഇവിടെ ആൾക്ക് എന്തോ ആളുടെ ഫേവറേറ്റ് സാധനമാണ്. പക്ഷെ അത് കഴിച്ചപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നിനക്കോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതുവരെ കഴിക്കാനായിട്ടും ഒരു വ്യത്യസ്ത ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ എല്ലാവരും കൂടി അടിപൊളിയായിരുന്നു ഫുഡ് അടിച്ച്. നമ്മളെ കാത്തുമ്മയും അപ്പായിരുന്നു കഴിച്ചോട്ടെ, നല്ല ലൈറ്റ് മധുരമുള്ള അപ്പായ കാരണം അവളും നന്നായി കഴിച്ചു. കണ്ടില്ല, എല്ലാവരും ടീച്ചർ കണ്ടു, ഒരു രക്ഷയില്ലാത്ത ടീച്ചർ തന്നെയായിരുന്നു കേട്ടോ. വേറൊന്നല്ല, നമ്മിങ്ങനെ അടുത്ത് എന്താവെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ത്രില്ലിങ് ഉണ്ടാവില്ലേ, ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ടീച്ചർ കണ്ടത്. വേറൊന്നല്ല, പീറ്റർ ഗൈനാണ് സ്റ്റണ്ട് മാസ്റ്റർ, അറിയാലോ, പുലിമുരുകൻ, പിന്നെ നമ്മുടെ അല്ലു അർജുൻ്റെ പടങ്ങൾ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയും അടിപൊളി പടങ്ങൾക്ക് സ്റ്റണ്ട് ചെയ്ത ആളാണ്. നമ്മുടെ ഈ ഒരു ഇടിയൻ ചന്തുവിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അത് ആലോചിക്കാമല്ലോ എന്ത് ഹൈപ്പായിരിക്കും ആ പടത്തിന് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അടുത്ത മാസം 19-നാണ് റിലീസിങ് വരുന്നത്. എന്തായാലും കാണേണ്ട ഒരു മൂവി തന്നെയാണ് ഇത്. ആ ടീച്ചർ കണ്ടപ്പോൾ പറഞ്ഞു കേട്ടോ, അത്ര അടിപൊളി മൂവി തന്നെയായിരിക്കും. അപ്പോൾ അതിൽ വേറെ നമ്മൾ വിഷ്ണുവൊക്കെയാണ്, വേറെ എന്താ പറയുക, എല്ലാവരെയും നമുക്കറിയാവുന്ന ഫേസും കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അടിപൊളി പടം തന്നെയാവും. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കണ്ട് അത് അടിപൊളിയാക്കുക. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. മൂവിയിൽ ഇതിൻ്റെ ഒരു കാണാൻ പോയപ്പോൾ തന്നെ അടിപൊളി, എന്താ പറയുക, വേറെ തന്നെ ലെവലായിരുന്നു സൗണ്ടും കാര്യങ്ങളും. പിന്നെ കോഴിക്കോടിൻ്റെ മണ്ണിൽ, അപ്പോൾ ഒരു വേറെ തന്നെ ഫീലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ എത്തുന്നവരേക്കും ബൈ.